കൊല്ലം ജില്ലയിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിരവധി വികസന പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കിഫ്ബിക്ക് കഴിഞ്ഞു. നിർമ്മാണം നടക്കുന്ന കിഫ്ബി പദ്ധതികൾ കൂടി പൂർത്തിയാക്കുമ്പോൾ കൊല്ലത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ കൊല്ലം ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിലുമുണ്ട്. സ്കൂളുകൾ, ആശുപത്രികൾ, റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ള പദ്ധതികൾ എന്നിവ നടപ്പിലാക്കി. കൊട്ടാരക്കരയിലെയും കൊല്ലത്തെയും IT പാർക്കുകൾ എടുത്തു പറയേണ്ടതാണ്. ഏറ്റവും കൂടുതൽ പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടുള്ളതും പണി നടന്നുകൊണ്ടിരിക്കുന്നതും ഈ 5 വർഷക്കാലത്താണ്. കാരണം നേരത്തെ തുടങ്ങി വെച്ച പല കാര്യങ്ങളും സ്പെൻഡിങ് നടക്കുന്ന ഇവിടെയാണ്. ആകെയുള്ള 38,000 കോടിയിലധികമാണ് ഇതുവരെ ചെലവാക്കിയിട്ടുള്ളത്. അതിനകത്ത് ഒരു 28,000 കോടിയോളം രൂപ ചെലവായിട്ടുള്ളത് ഈ 5 വർഷക്കാലത്താണ്. കൊല്ലം ജില്ല എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ എല്ലായിടത്തും നടന്ന വികസന കാര്യങ്ങൾ പോലെ കൊല്ലം ജില്ലയിലും ധാരാളം വികസന കാര്യങ്ങളുണ്ടായി. കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ കിഫ്ബി ഫണ്ടിൽ നിന്നും 76.13 കോടി രൂപ ചെലവിൽ 7 നില കെട്ടിടം നിർമ്മിച്ചു. കൊല്ലം ജില്ലാ ആശുപത്രിയുടെ സമഗ്ര വികസനത്തിനായി 144 കോടി രൂപയുടെ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വിക്ടോറിയ ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി കിഫ്ബി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ നവീകരണവും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ്. കോഴിക്കോട് നിന്ന് പാലക്കാടിനുള്ള റോഡ്, ഓരോ സ്ഥലത്തും 100, 200 ഒക്കെ കോടി രൂപ മുടക്കുന്ന റോഡുകൾ, ഇതൊക്കെ എല്ലാ മണ്ഡലങ്ങളിൽ കൂടി കടന്നു പോവുകയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ മുനിസിപ്പൽ ഓഫീസുകൾ, മുനിസിപ്പൽ ഓഫീസ്, വലിയ കോംപ്ലക്സുകൾ, ഷോപ്പിംഗ് സെന്റേഴ്സ്, എറണാകുളത്തെ 100 കോടിയോളം രൂപ വില വരുന്ന വലിയ ഒരു ഷോപ്പിംഗ് കേന്ദ്രം ഇപ്പോൾ വന്നല്ലോ. ഇതുപോലെ എല്ലാ സ്ഥലത്തും ഉണ്ട്. വലിയ മാളുകൾക്കൊക്കെ തുല്യമായിട്ടുള്ള വലിയ ഷോപ്പിംഗ് സൗകര്യം ഇതൊക്കെ വരുന്നുണ്ട് എല്ലായിടത്തും. 56.91 കോടി രൂപ ചിലവിട്ടാണ് ആശ്രാമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം നിർമ്മിച്ചത്. ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്ക് 5 കോടി രൂപ വീതവും മറ്റ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 3 കോടി, 1 കോടി എന്നിങ്ങനെ സ്കൂളുകൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ആശ്രാമം ലിങ്ക് റോഡും KSRTCക്ക് സമീപത്ത് നിന്ന് തുടങ്ങുന്ന ഓലയിൽ കടവ് പാലവും കിഫ്ബി തുക ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. നിരവധി പാലങ്ങൾ, റെയിൽവേ മേൽപ്പാലങ്ങൾ, ലൈബ്രറികൾ ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണങ്ങൾക്ക് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചു. പുലിമുട്ട് നിർമ്മാണം, തീരദേശ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ നടന്നുവരികയാണ്. MC റോഡിന്റെ പുതുതായി പ്രഖ്യാപിച്ച 7 ബൈപ്പാസുകൾ ഉൾപ്പെടുന്ന വികസനവും കിഫ്ബി തുക ഉപയോഗിച്ചാണ്. മീഡിയ 1, കൊല്ലം.